കാടൻകാവിൽ സാറിൻ്റെ മാരേജ് ടോക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ്. എന്തായാലും ഈ ആഴ്ച സാറിന് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് കാണാം. ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ മാരേജ് ടോക്ക്. സ്വവർഗരതി നിയമവിരുദ്ധമല്ല എന്ന ഹൈക്കോടതി വിധിയെ തുടർന്ന് ഈ വിഷയം നാട്ടിലുടനീളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ച് പലരും എനിക്ക് ഫോൺ ചെയ്യുകയുണ്ടായി. ഇന്നത്തെ ഈ മാരേജ് ടോക്കിൽ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വവർഗ അനുരാഗം ഒരു വൈകല്യമാണ്, ഇതിന് ശിക്ഷയല്ല ചികിത്സയാണ് ആവശ്യം. ഇതാണ് എൻ്റെ അഭിപ്രായം. സ്വവർഗ അനുരാഗം ജനിച്ചപ്പോൾ തന്നെ സ്വഭാവത്തിൻ്റെ ഭാഗമായി ലഭിച്ചിട്ടുള്ളവരുണ്ടാകാം. ഇവർക്ക് ഇതൊരു വൈകല്യമാണ്. മറ്റ് വൈകല്യങ്ങൾ പോലെ തന്നെ ഇതിനെയും പരിഗണിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി വളർന്ന് അയാൾ സ്വർഗരതിയിൽ മാത്രം താല്പര്യം കാണിക്കാൻ തുടങ്ങുമ്പോഴേ ഇങ്ങനെയൊരു വൈകല്യം അയാൾക്കുണ്ടെന്ന് അയാൾക്ക് തന്നെ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ളവരുടെ എണ്ണത്തെക്കുറിച്ച് വ്യക്തമായ ഒരു സ്ഥിതിവിവര കണക്കുകളൊന്നും ലഭിക്കാനിടയായില്ല. ജന്മസിദ്ധമല്ലാതെ ജീവിച്ചു വന്ന ചുറ്റുപാടുകളിൽ നിന്നും ഈ സ്വഭാവം ആർജിച്ചെടുത്തവരുണ്ട്. അവരായിരിക്കാം ഈ ഗണത്തിലെ ഭൂരിപക്ഷവും വരുന്നത്. അവരെ സംബന്ധിച്ച് ഇതൊരു സ്വഭാവ ദൂഷ്യമാണ്. മാറ്റിയെടുക്കാൻ സാധ്യമായിരിക്കുന്ന ഒരു സ്വഭാവ ദൂഷ്യമാണ് ഇവർക്ക് സ്വവർഗ അനുരാഗം. വംശം നിലനിർത്താൻ പ്രകൃതി തന്നിരിക്കുന്ന കഴിവാണ് പ്രത്യുൽപാദന ശേഷി. ഇതിന് സ്ത്രീയും പുരുഷനും കൂടിയേ തീരൂ എന്നതാണ് പ്രകൃതി നിയമം. സൃഷ്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനും അതിൻ്റെ പരിപാലനം നടത്തുന്നതിനും നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രചോദനവും പ്രതിഫലവുമാണ് രതിസുഖം. ഇത് അനുവർത്തിക്കുന്നതിനുള്ള വ്യവസ്ഥാപിത മാർഗമാണ് നമ്മുടെ കുടുംബ വ്യവസ്ഥ. അനേകം തലമുറകളിലൂടെ നമ്മൾ അനുവർത്തിച്ച് പരിചയിച്ച് വിജയകരമെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ കുടുംബ വ്യവസ്ഥ. ഇത്തരം ബോധ്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളും കൊണ്ട് കെട്ടിപ്പടുത്തിരിക്കുന്ന കോടിക്കണക്കിന് കുടുംബങ്ങളാണ് ഭാരതത്തെ ഏറ്റവും ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങളുള്ള രാജ്യമെന്ന് ലോക ജനതയുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടുന്നത്. സമൂഹത്തിൻ്റെയും അതുവഴി രാജ്യത്തിൻ്റെയും അടിസ്ഥാന യൂണിറ്റാണ് കുടുംബം. സ്വവർഗരതി നിയമവിധേയമാക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ സ്വന്തം കുടുംബത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അടിത്തറയാണ്, അന്തസ്സാണ് ഇളക്കുന്നത്. ഇനി ഇത് നിയമവിധേയമായാൽ അടുത്ത മുറവിളി സ്വവർഗ വിവാഹം നിയമവിധേയമാക്കണമെന്നുള്ളതാകും. വ്യക്തി, കുടുംബം, സമൂഹം എന്ന കാഴ്ചപ്പാടിൽ കുടുംബാംഗങ്ങളുടെയും അവരുടെ പ്രവൃത്തികളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനാലാണ് സമൂഹം കുടുംബങ്ങൾക്ക് ചില ആനുകൂല്യങ്ങളും ചില അവകാശങ്ങളും നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ടവരെക്കുറിച്ചുള്ള സ്ഥിതിവിവര കണക്കുകൾ ആദ്യം ഉണ്ടാകണം. അവരെ കണ്ടെത്തി അവരുടെ പ്രത്യേകതകൾ പഠിച്ച് അവർക്ക് സാമൂഹ്യ ജീവിതം സാധ്യമാകുന്ന രീതിയിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സംവിധാനമാണ് ആദ്യം ഒരുക്കേണ്ടത്. സ്വവർഗാനുരാഗം എന്ന വൈകല്യം ജന്മനാ സംഭവിച്ചു പോയ ഏതാനും ചിലർക്ക് വേണ്ടി കോടിക്കണക്കിന് കുടുംബങ്ങളുടെയും അതുവഴി ഭാരതത്തിൻ്റെയും ധാർമ്മിക അടിത്തറ ഇളക്കണോ നമ്മൾ? ഹതഭാഗ്യരായ മനുഷ്യരെ ശിക്ഷിക്കുകയല്ല, മോചിപ്പിക്കുകയാണ് വേണ്ടത്.